ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മട്ടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് മട്ടൻ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കറിവേപ്പില, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 4 എണ്ണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വലിയ തീയിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടാം. ഇപ്പോൾ 4 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് മട്ടൺ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 3 സവാള അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായത് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായി വാടിക്കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് മട്ടൺ വേവിച്ചതിൻ്റെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മട്ടനും ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. ഗ്രേവി ഇച്ചിരി ലൂസാക്കാൻ വേണ്ടി കുറച്ചും കൂടി മട്ടൻ വേവിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി മീഡിയം ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മട്ടൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.